ഞങ്ങളൊക്കെ ഇവിടെ സദസ്സിലിരിക്കുകയാണ്, ദേ കയറി ഇരിക്കുന്ന കണ്ടില്ലയോ? ആളാരാണ് അവിടെ കയറി ഇരിക്കാൻ? വേദിയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? പറഞ്ഞത് മന്ത്രി PM മുഹമ്മദ് റിയാസ്. രാജീവ് ചന്ദ്രശേഖർ ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖ ചടങ്ങിൽ വേദിയിൽ ഇരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ്. ഒട്ടും അങ്ങോട്ട് റിയാസിന് സഹിക്കുന്നില്ല. സെൽഫി വരെ എടുത്ത് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇവിടെ വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ ഇവിടെ സദസ്സിൽ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ്, സെൽഫിയൊക്കെ എടുത്ത്. സെൽഫിയിൽ MV ഗോവിന്ദനും മുഖ്യൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളാണ്. അവിടെ തന്നെ ഇരുന്ന് ഇതങ്ങോട്ട് കണ്ട് സഹിക്കാൻ മേലാഞ്ഞ് വന്ന മീഡിയയുടെയൊക്കെ മുമ്പിൽ അങ്ങ് ഘോരമായിട്ടങ്ങ് പ്രസംഗിക്കുകയായിരുന്നു. ഒട്ടും അസഹിഷ്ണുതയായിരുന്നു മുഹമ്മദ് റിയാസിനുണ്ടായിരുന്നത്. ഏതായാലും അത് കഴിഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇദ്ദേഹത്തിനെ PM-ൻ്റെ ഓഫീസിൽ നിന്ന് നേരിട്ടാണ് ഇദ്ദേഹത്തിന് ക്ഷണം കൊടുത്ത്. അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ? ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ? ഞങ്ങളുടെ ധനമന്ത്രി ഇരിക്കുന്നു, അദ്ദേഹത്തിന് പോലും ഇല്ല. ഞങ്ങളുടെ എത്ര മന്ത്രിമാരെ വിളിച്ചിരുത്തുന്നുണ്ട്, ധനമന്ത്രിയെ പോലും വിളിച്ചിരുത്താത്ത ഇരിപ്പിടങ്ങളിലാണ് സംസ്ഥാന അധ്യക്ഷൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ എന്തിനാണ് വിളിച്ചിരുത്തിയത്? ഞങ്ങൾക്ക് പാർട്ടി അധ്യക്ഷനൊക്കെ ഉണ്ട് എന്നൊക്കെ റിയാസ് ഇങ്ങനെ പറയുകയാണ്. ആ പറച്ചിലിൽ തന്നെയുണ്ട് ആ ഒരു അമർഷം. മുഹമ്മദ് റിയാസിനോട് ഒന്ന് പറയാനുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അവലോകന സമ്മേളനത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ സ്വന്തം മകനെയും ഭാര്യയും ഈ പറഞ്ഞ പോലെ അമ്മായിമ്മയും ഈ മുഖ്യൻ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ ഇതേ ജനങ്ങൾ ഇതേപോലെ തന്നെ ചോദിച്ചിരുന്നു, ഇതൊക്കെ ശരിയാണോ മുഖ്യ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ കൊച്ചുമോനെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും, അതിനെന്തോ കുഴപ്പം? മോളെ ഇതേപോലെ കൊണ്ടുപോകും, കൊച്ചുമോനെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. മോളെയോ? അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ശരിയുണ്ട്? ഇരിക്കേണ്ടുന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം എന്നുള്ളത്, അതാത് ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രി ഇപ്പോൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഇരിപ്പിടങ്ങളിലാണ് ഇരിക്കേണ്ടുന്നത്. മറ്റുള്ളവരെ കയറ്റി ഇരുത്തുകയും ചെയ്യരുത്. കയറ്റി ഇരുത്തിയാൽ സ്വന്തം ഇരിപ്പിടം നഷ്ടമാകും എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിനെ അവിടെ ഇരുത്തിയതിനോട് വലിയ അമർഷമൊക്കെയാണ് ഇത്തരത്തിൽ കാണിച്ചത്. ഇനി MV ഗോവിന്ദൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പിണറായിയുടെ കുഞ്ഞ് തന്നെയാണ് വിഴിഞ്ഞത്. അതിൽ നിന്ന് അദ്ദേഹം ഒരു നെല്ലട മാറ്റം വരുന്നില്ല. പിണറായിയുടെ കുഞ്ഞ് മാത്രം, വേറെ ആരും ഇതൊക്കെ തറക്കല്ലിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ സഖാവാണ് ഇത് ഇത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അദാനി ചെയ്തില്ലായിരുന്നു, ഞങ്ങൾ ചെയ്യുമായിരുന്നു. അദാനി ചെയ്തില്ല, ഞങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവരുടെ പല പദ്ധതികളുടെ കാര്യം എനിക്ക് ഞെട്ടലോടെ ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു സീവേജ് ലൈൻ ഇടാൻ തുടങ്ങിയിട്ട് ഒരു 9 വർഷമാകുന്നു. ഒരു പൈപ്പിടും, ഒരു കുഴി കുഴിക്കും, അത് മറിച്ചു വെക്കും. പിന്നെ അടുത്തൊരു പൈപ്പിടും, കുഴി കുഴിക്കും, അത് മൂടി വെക്കും. ഇത് തന്നെ നടക്കുന്നു. ഒരു റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഞെട്ടൽ മാറത്തില്ല. അപ്പം ഇനിയിപ്പോൾ ഒരു തുറമുഖം എങ്ങാണ് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഒരു പാർട്ടി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ തുറമുഖത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ നൂറ്റാണ്ടിൽ അത് നടക്കുമോ എന്നുള്ളത് പോലും അറിയില്ല. എന്തായാലും അത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് എന്നേ ചെയ്ത് തീർക്കായിരുന്നു. ഒരു പക്ഷേ 2016-ലോ 2017-ലോ ഒക്കെ ഇത് ചെയ്ത് തീർക്കാമായിരുന്നു. പിന്നെ നീട്ടി വലിച്ച് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അദാനി ഗ്രൂപ്പിന് കൊടുത്തത് എന്തുകൊണ്ട് നന്നായി. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വിഴിഞ്ഞം തുറമുഖത്തെ കാണാൻ സാധിച്ചു. അപ്പോൾ MV ഗോവിന്ദൻ പറയുന്ന അദാനി ഇല്ലായിരുന്നു, ഞങ്ങൾ ഏറ്റെടുത്തേനെ, ഞങ്ങൾ നടത്തിയേനെ, ഞങ്ങളുടെ സഖാവ് ഇത് ചെയ്തത്, ഞങ്ങളുടെ സഖാവിന് മാത്രം അർഹതപ്പെട്ട കുഞ്ഞ് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. ആ കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ആ കുഞ്ഞിനെ ഞങ്ങളുടെ സഖാവാണ് പ്രസവിച്ചത്. ഈ ഒറ്റ രീതിയിൽ ഇങ്ങനെ MV ഗോവിന്ദൻ പറയുന്ന ചില ജൽപ്പനങ്ങൾ, പക്ഷേ ജനങ്ങൾക്കറിയാം ഇത് എവിടുന്ന് ഏത് കാലം മുതൽ തുടങ്ങിയതാണെന്നുള്ളത്. ഇത് ഒരാളുടെ മാത്രമല്ല, പല സർക്കാരുകൾ മാറി ഇരുന്നപ്പോൾ അവരുടെ ഭരണത്തിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരുടേതായ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പ്രാബല്യത്തിൽ വന്നു, അത് തുറമുഖമായി വന്നു. അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു. ഏകദേശം 62% സംസ്ഥാന സർക്കാരാണ് ഇതിൽ നിക്ഷേപിച്ചതെന്നൊക്കെയുള്ള കള്ളക്കണക്കുകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ അങ്ങനെ നിക്ഷേപിച്ച ഇതിൽ 62% സാമ്പത്തികം കൊടുത്തു എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് 1 ലക്ഷത്തിൽ പരം രൂപയുടെ കട ഇപ്പോഴും സംസ്ഥാന സർക്കാർ കൊടുക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ കടം വാങ്ങിച്ച് ചെയ്യുന്നു.
സർക്കാരിനോട് പറയുന്നു ഇന്ന പദ്ധതിക്കാണെന്ന് പറയുന്നു, കടം കൊടുക്കുന്നു. ഇന്ന ഇതെന്ന് പറയുന്നു, കേന്ദ്രം കടം കൊടുക്കും. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം 0% എന്നാണ് ഇട്ടേക്കുന്നത്. അദാനിയുടെ വിഹിതം അതിലും വളരെ തുച്ഛമായ ഒരു ഇത്. അപ്പോൾ ഇത്തരത്തിൽ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ഞങ്ങളുടേതാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കോളിലൊക്കെ ആയിരിക്കും. പക്ഷേ എം.വി. ഗോവിന്ദൻ പല കണക്കുകളും പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ, ഒരുപക്ഷെ അദാനിക്കറിയാം, അദാനിയെ ചെന്ന് കണ്ടതും ഈ ഒരു കരാറിൽ ഒപ്പിട്ടതും ഏത് ഭരണാധികാരിയാണെന്നുള്ള അദാനിക്കറിയാം. അപ്പോൾ അദാനിയുടെ മുമ്പിൽ വെച്ച് പോലും ഇത് പിണറായി സർക്കാരിൻ്റെയാണ്, കർമ്മയോഗി, കാലം കാത്തുവെച്ച കർമ്മയോഗി എന്നൊക്കെയാണ് V.N. വാസവൻ ഇപ്പം പിണറായിക്ക് പുതിയ പേരിട്ടേക്കുന്നത്. നേരത്തെ കാരണഭൂതൻ, കപ്പിത്താൻ, പിന്നെ ഏതോ ഒരു സൂര്യൻ എന്ന് വേണ്ട നിരവധി പേരുകളുണ്ടായിരുന്നു. ഇപ്പം എന്തോ കർമ്മയോഗി, പുതിയൊരു പേരും കൂടി. ഇതെല്ലാം കൂടെ ഇങ്ങനെ ജ്വലിച്ചിരുന്ന മോദി എന്തായാലും കുറിക്ക് കൊള്ളുന്ന 2-3 കൊട്ടും കൊടുത്തിട്ട് തിരിച്ച് ഹെലികോപ്റ്ററിൽ തിരിച്ചു പോവുകയും ചെയ്തു. ഇന്ത്യ സഖ്യത്തിലെ പല ആൾക്കാർക്കും ഇന്ന് ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള കൊട്ടൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥയോടെ ഇതിൽ നിൽക്കുന്നവർ ഇന്ന് അദാനിയെ തങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞത് കാലം കാത്തുവെച്ച മാറ്റം എന്നൊക്കെ ഉള്ള രീതിയിൽ മോദി തട്ടിയിട്ട് അടിച്ചു വിട്ടിട്ട് പോയിട്ടുണ്ട്. ഏതായാലും ഇന്ന് LDF സർക്കാരിൻ്റെ ശനി ദശയായിരുന്നു, കണ്ടക ശനി തന്നെയായിരുന്നു ഈ വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു ഉദ്ഘാടനമൊക്കെ ആയിട്ട്. ഏതായാലും V.D. സതീശൻ ഇതിനകത്ത് ചെന്ന് പെടാഞ്ഞത് കാര്യമായി എന്ന് V.D. സതീശൻ തന്നെ ഇപ്പം മനസ്സിൽ കരുതുന്നുണ്ടായിരിക്കും. ഞാൻ ചെന്ന് പെട്ടുകൊടുക്കാഞ്ഞത് കാര്യമായി, ഏതോ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് സ്വയം രക്ഷിച്ചതായിരിക്കും എന്നൊക്കെ തരത്തിൽ ചിലപ്പോൾ V.D. സതീശൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. രാവിലെ വിൻസെൻ്റ് MLA ഒക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്നു. ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയെ ഒന്ന് സ്മരിക്കാമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം വിൻസെൻ്റ് MLA കുറേ വിമർശനങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിൽ ദേശീയഗാനം ആലപിച്ചില്ല, ഒരു ചടങ്ങ് നടക്കുമ്പോൾ ദേശീയഗാനം ആലപിച്ചില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള വാക്പോരുകളാണ് നടന്നത്, രാഷ്ട്രീയമായിട്ടുള്ള പോരുകൾ നടത്തി എന്നൊക്കെ ഇത്രയും നല്ലൊരു സന്ദർഭത്തിൽ അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ ഒരു മലയാളി ഉൾപ്പെടെ അതിൽ കൊല്ലപ്പെടുകയുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പ്രധാനമന്ത്രി സംസാരിച്ചില്ല എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വിൻസെൻ്റ് MLA നടത്തിയിരുന്നു. ദേശീയഗാനം ആലപിക്കാൻ എന്താണെന്ന് ഞാനും ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ദേശീയഗാനം ആലപിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സമയം അത് കൊടുക്കേണ്ടുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാര്യപരിപാടികളൊക്കെ അവരായിരിക്കും കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഒരു പക്ഷേ അവർക്ക് പറ്റിയ ഒരു പാകപ്പിഴ തന്നെയായിരിക്കും. അതൊക്കെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ സഖ്യം ഇത്തരത്തിൽ ഇന്ന് ഉറങ്ങില്ല എന്ന് പറഞ്ഞത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി അത് വേറെ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇത്തരത്തിൽ ചെറിയ പാകപ്പിഴകളും വലിയ പാകപ്പിഴകളൊക്കെ വന്ന ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇതാണ്. ഇതിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ, രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇരുന്ന സദസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് പോസ്റ്റ് ഇടുകയും ഇത്തരത്തിൽ വിമർശിക്കുകയും ചെയ്തു, മാധ്യമങ്ങളിൽ വിമർശിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ ഉണ്ടായില്ല, ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തു തന്നെയാലും ഇനി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രധാന നേതാക്കൾ ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരട്ടെ. എന്തായാലും പ്രധാനമന്ത്രി നല്ല 1-2 കൊട്ട് പിണറായിക്ക് കൊടുത്തിട്ടാണ് പോയത്. മാത്രമല്ല, ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് ഇരിക്കണമെന്നും എങ്ങനെയൊക്കെ ഇരുത്തണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ള കൃത്യമായ ഒരു ഡോസ് തന്നെ ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ സംസ്ഥാനത്തിലെ പ്രധാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. BJP എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു ക്ഷണം കൊടുത്തതും അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകിയതും. ഒരുപക്ഷെ നമ്മുടെ കേരള സർക്കാരിന് അദ്ദേഹത്തിന് പുല്ലുവിലയായിരിക്കും നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഇന്ത്യ എന്നുള്ളൊരു ഇതെടുത്ത് വേണം എപ്പോഴും ശ്രദ്ധിക്കാൻ. റിയാസിൻ്റെ ജൽപ്പനങ്ങൾ വിവരക്കേടാണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഭാര്യയ്ക്കോ മകൾക്കോ മകനോ ഒക്കെ കൊടുക്കാത്ത, അദ്ദേഹത്തിനോ കിട്ടാത്ത ഒരു സംഗതി വേറൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ, അതൊക്കെ തന്നെ ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ നടത്തുന്നത് വെറും എന്താ പറയുക, കൊച്ചുകുട്ടികൾ തമ്മിലുള്ള
പോര് ഉള്ള രീതി, ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കസേര കളി, കസേര പിടുത്തമായിട്ട് ഇതിനെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അറിയാം ആരെയൊക്കെ എങ്ങനെയൊക്കെ ഇരുത്തണം. അല്ലെങ്കിൽ ഇതിപ്പോൾ പിണറായി സർക്കാരാണല്ലോ ഇത്ര പേരുടെ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പനോട് തന്നെ അദ്ദേഹം ചോദിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വന്ന നിർദ്ദേശമാണെങ്കിൽ അത് അനുസരിക്കുക തന്നെ വേണം. അതിന് എന്തെങ്കിലും കാരണങ്ങളാണ്, വ്യക്തത കാണും. മാത്രമല്ല പാർട്ടി അധ്യക്ഷന് ചില കാര്യങ്ങളിൽ സംസ്ഥാനത്തോട്ട് വരുമ്പം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്, അത് കൊടുക്കുക തന്നെ വേണം. ഇപ്പം അത് ഏത് പാർട്ടിയിലാണെങ്കിലും അത് കൊടുക്കുക തന്നെ വേണം. അതിനൊക്കെ ഇങ്ങനെ കയറ് പൊട്ടിക്കണം. ഇവർക്ക് പറ്റിയ ഒരു മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് കേരളം എന്തോ ഞങ്ങളുടെ പൊതുസ്വത്താണ്, കേരളം ഞങ്ങളുടെ സ്വന്തം രാജ്യമാണ് എന്നുള്ള തരത്തിൽ അങ്ങ് ഭരിച്ച് മുന്നേറുക എന്നുള്ള രീതിയിലായിരുന്നു ഇത്. കേരളം അവരുടെ ഒന്നും അല്ല, ഇപ്പം ഇറങ്ങി പോകണം എന്ന് പറഞ്ഞാൽ പോകേണ്ടുന്നവരാണ് നിങ്ങൾ എന്നുള്ളത് ഒരു ബോധ്യം, ഒരു അടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജനങ്ങളെ അങ്ങനെ ഭരിച്ച് കയ്യിലെടുക്കേണ്ട, അതിന് ചോദിക്കാൻ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധം തന്നെയാണ് ഇപ്പോൾ റിയാസിനും കൂടുള്ള സഖാക്കന്മാർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ആ ബോധം എന്നും ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും.